നമസ്തേ, ഞാൻ മായ ജയമോഹൻ. 2025 മാർച്ച് മാസം 29 മഹാശനിമാറ്റം ഉണ്ടാകുകയാണ്. ഇപ്പോൾ ശനിയുടെ മൂലക്ഷേത്രമായിട്ടുള്ള കുംഭം രാശിയിൽ ഇരിക്കുന്ന ശനി മാർച്ച് മാസം 29 മീനം രാശിയിലേക്ക്, അതായത് വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അവിടെ രാഹു വ്യാഴത്തിൻ്റെ രാശിയിലിരിക്കുകയാണ്. അങ്ങനെ രാഹുവും ശനിയുമായിട്ട് രാഹു മാറ്റം ഉണ്ടാകുന്നത്, രാഹു കേതുക്കളുടെ സ്ഥാനമാറ്റം ഉണ്ടാകുന്ന മെയ് വരെയുള്ള സമയത്തും അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് മേടം രാശിക്കാരായിട്ടുള്ള അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ 11ാം ഭാവത്തിലാണ് ശനി ഇരിക്കുന്നത്. ആ ശനി ഈ ഒരു രാശി മാറ്റം ഉണ്ടാകുമ്പോഴേക്ക് 12ാം ഭാവത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 12, 1, 2 ഭാവങ്ങളിലുള്ള ശനിയുടെ സഞ്ചാരമാണ് ഏഴരാണ്ട ശനി കാലം എന്ന് പറയുന്നത്. ഒരു രാശിയിൽ 2.5 വർഷക്കാലമാണ് ശനി ഉണ്ടാവുക. 2.5, 2.5, 2.5 അങ്ങനെ 3 2.5കൾ, അതായത് 12, 1, 2 ഈ 3 ഭാവത്തിലൂടെയും ശനി സഞ്ചരിച്ച് കഴിയുമ്പോൾ ഏഴരാണ്ട ശനി കാലം പൂർത്തിയാകും. അപ്പോൾ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴരാണ്ട ശനിയുടെ 1ാം ഘട്ടം, അതായത് 12ാം ഭാവത്തിലേക്ക് ശനി സഞ്ചരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ശനി ഗുണവാനായിട്ട് ഇരിക്കുന്ന ആൾക്കാർ, അതായത് തുലാം രാശിയിലിരിക്കുകയോ മറ്റേതെങ്കിലും സുസ്ഥിരമായ വളരെ ഒരു കംഫർട്ട് സോണിൽ ശനി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ശനിമാറ്റത്തിൻ്റെ ഫലമായിട്ട്, അതായത് 1ാം ഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കുറവാണ്. എന്നാൽ മേടം രാശിയിലിരിക്കുന്ന ശനി നല്ല നീചനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഷ്ടമഭാവത്തിലോ ഒക്കെ ശനി നമ്മുടെ ജാതകത്തിലിരിക്കുകയാണെങ്കിൽ ചെറിയ പ്രയാസങ്ങൾ ഈ 1ാം ഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശനി ദശാകാലം അനുഭവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ശനിയുടെ അപഹാരകാലം അനുഭവിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെയാണ് ദോഷകാഠിന്യം കൂടുതൽ കിട്ടുന്നത് മറ്റുള്ളവരെക്കാൾ. അപ്പം നമുക്ക് നമ്മുടെ ജാതകവശാൽ നല്ല സമയമാണ് നടക്കുന്നതെങ്കിൽ, ഇത് ഉദാഹരണത്തിന് വ്യാഴത്തിൻ്റെ കാലഘട്ടം നടക്കുകയാണ്, വ്യാഴം നല്ല 11ാം ഭാവത്തിൽ മൂലക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കർക്കിടകത്തിലോ ഒക്കെ ഇരിക്കുന്ന വ്യാഴം അതിൻ്റെ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ശനിയുടേതായിട്ടുള്ള തീവ്രത വലിയ തോതിൽ ഉണ്ടാകുകയില്ല എന്നർത്ഥം. ഏഴരാണ്ട ശനിയെ ഒരു പൂക്കുറ്റിയായി സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ തിരി കത്തുന്നതാണ് 1ാം ഘട്ടം, അതായത് ഈ 12ാം ഭാവത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴരാണ്ട ശനിയുടെ 1ാം ഘട്ടം, അതായത് പൂക്കുറ്റിയുടെ ആ തിരി കത്തുന്നതേ ഉള്ളൂ. വലിയ പ്രയാസങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല. അതായത് 2027 ജൂൺ മാസത്തിൽ ശനിക്ക് രാശിമാറ്റം ഉണ്ടാകും. അതായത് ശനി മീനത്തിൽ നിന്നും ഇടവത്തിലേക്ക് കടക്കും, മേടത്തിലേക്ക് കടക്കും. ആ ഒരു കാലത്ത് ശനി 2ാം ഭാവത്തിൽ എത്തുന്ന സമയം മാത്രം അത് തുടങ്ങിയാണ് കുറച്ച് പ്രയാസങ്ങളുടെ തീവ്രത കൂടുന്നത്. എന്നാൽ ജാതകത്തിലെ ശനി അപഹാരകാലത്തിലോ ഒക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ തീവ്രത കൂടുതലായിരിക്കും. അതായത് കുറച്ച് കൂടുതൽ ദോഷഫലങ്ങൾ, ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗുണവാനായിരിക്കുന്ന ശനിയുള്ള ആളിനേക്കാളിലും കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കും ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഏഴരാണ്ട ശനി എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട ഒരു പ്ലാനറ്റാണ്. നമ്മൾ കൂടുതൽ പരിശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശനി നമുക്ക് നല്ല ഗുണങ്ങളെ പ്രദാനം ചെയ്യും. അതായത് നമ്മൾ ആരെയും ദ്രോഹിക്കാതെയും പറ്റിക്കാതെയും പ്രായമായ ആൾക്കാരെ ബഹുമാനിക്കുക, അവർക്ക് വേണ്ടുന്ന റെസ്പെക്റ്റുകൾ കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. നമ്മുടെ അടുത്ത് വല്ല ശനീശ്വരൻ്റെയോ അയ്യപ്പൻ്റെയോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ വേറെ ഏത് ദേവീ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ നടന്നു പോയി ചെന്ന് ഭഗവാനെ തൊഴുക, ഇതൊക്കെ ചെയ്ത് എള്ളുതിരി, എള്ള് വിളക്ക് ഇങ്ങനെ കൊടുത്ത് വളരെ ഭക്തിയോടുകൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശനി വളരെ പ്രയാസങ്ങളെ ഉണ്ടാക്കുന്നില്ല. ഏഴരാണ്ട ശനിയുടെ ഈ 1ാം ഘട്ടത്തിൽ മേടം രാശിക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് ഗുണങ്ങളെ കിട്ടും. അതായത് ഇപ്പോൾ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ, പഠന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ജോലിക്കോ വേണ്ടിയിട്ട് വിദേശം മീൻസ് ഓവർസീ പോകുന്നത് മാത്രമല്ല, ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇരുന്നിട്ട് അവിടുന്ന് മാറി നമുക്ക് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകാൻ, ഡൽഹിയിൽ, ബോംബെയിൽ ഇങ്ങനെയൊക്കെ പോയി പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയൊക്കെ പോയി പഠിക്കാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓവർസീ ഗൾഫ് കൺട്രീസോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസോ US UK ഇങ്ങനെ ഏതെങ്കിലും രാജ്യങ്ങളിൽ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിലും യാത്ര എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് ഈ ഏഴരാണ്ട ശനിയുടെ ഈ 1ാം ഘട്ടം എന്ന് പറയുന്നത്, ഈ കാലഘട്ടം എന്ന് പറയുന്നത്.
പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പം നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ചെറിയ മടി, ശനിയെന്ന് പറയുന്നത് ഉഴപ്പ്, മടിയൊക്കെ ഉണ്ടാകുന്നതിന് നമുക്ക് പിന്നെ ചെയ്യാമെന്ന് മാറ്റി വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഡൻസിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ശനി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഫേർട്ട് എടുത്ത് ഞാൻ ആദ്യം പറഞ്ഞത് എഫേർട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫലം പരിപൂർണമായിട്ടും കിട്ടും. ശനി തരുന്ന ഒരു സാധനവും തന്നെ ശനി തിരിച്ചു കൊണ്ടുപോവുകയുമില്ല. അതായത് ആ ദശാകാലത്ത് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ആ സമയത്ത് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതവിടെ എക്സിസ്റ്റ് ചെയ്യും. എന്നാൽ ചില ഗ്രഹങ്ങളുടെ സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ദശാകാലം കഴിയുമ്പോൾ, പ്രത്യേകിച്ച് രാഹുവിൻ്റെ കാലത്ത് എന്തെങ്കിലും ഗുണഫലങ്ങളൊക്കെ നമ്മൾ നേടിയിരിക്കുകയാണെങ്കിൽ രാഹു പോകുമ്പോൾ ഇതെല്ലാം തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷെ ശനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നില്ല. വളരെ ഭക്തിയോടുകൂടി ശനിയാഴ്ച ദിവസങ്ങളിൽ വെജിറ്റേറിയൻ ഇരുന്നും ശനീശ്വരനെ പ്രാർത്ഥിച്ചും ശനിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം കൊടുത്തും, അതായത് അല്ലെങ്കിൽ എള്ള് പായസം, അല്ലെങ്കിൽ ഭഗവാന് എള്ള് എണ്ണ നമ്മൾ ആടുന്നതിന്, അതായത് അഭിഷേകം അങ്ങനെയൊക്കെ കൊടുത്തും ഒക്കെ ചെയ്യുകയാണെങ്കിൽ, എള്ളെണ്ണയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്യുക, അങ്ങനെ ഉഴുന്നു ചേർന്ന പലഹാരങ്ങൾ കഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വളരെ ഭക്തിപൂർവ്വം ഓം ശനീശ്വരായ നമ എന്ന് ജപിച്ച് വളരെ ഭക്തിപൂർവ്വം ശനിയാഴ്ച ദിവസങ്ങളിൽ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ ശനിദോഷത്തിൻ്റെ കാഠിന്യം മാറിക്കിട്ടും. വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക. മേഡം രാശിക്കാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ബിസിനസ് അങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെ ഒരു ചെറിയ മൗഢ്യത, നമ്മുടെ വരുമാനത്തിൽ ചെറിയ കുറവ്, ഇതൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരാൽ നമ്മൾ ഇൻസൾട്ടഡ് ആകാനൊക്കെ ഉള്ള സാധ്യത. നമുക്കിപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും, ഇപ്പോൾ നമുക്കൊരു 100 രൂപ കിട്ടണമെന്നിരിക്കട്ടെ, ആ രൂപ കിട്ടുന്നതിന് 5-6 ദിവസം കയറി ഇറങ്ങേണ്ടി വരും. എന്നാൽ മാത്രമേ നമ്മുടെ കാശ് കൊടുത്താൽ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ഈ 1-ാം ഘട്ടം വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല എന്ന് പറയാം. വ്യാഴത്തിൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും കൂടിയൊക്കെ ഗുണങ്ങൾ, ഗോചരഫലങ്ങളും കൂടി കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ അവരൊക്കെ ശുഭമായി വരുന്ന സമയങ്ങളിൽ നമുക്ക് ശുഭഫലങ്ങൾ, ജാതകത്തിലും നല്ല ദശാകാലം, അതായത് നമ്മുടെ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അധിപൻ, നമ്മുടെ റൂളിംഗ് പ്ലാനറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുണഫലങ്ങളെ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുണഫലങ്ങളെ തന്നെ കിട്ടും. അതുപോലെ തന്നെ അഷ്ടമഭാവത്തിൽ ശനി ഇരിക്കുന്ന ആൾക്കാർ മഹാദേവനെ നന്നായി പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ ശിവഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാന് അഭിഷേകങ്ങൾ കൊടുക്കുന്നതും മൃത്യുഞ്ജയ അർച്ചനകൾ കൊടുക്കുന്നതുമൊക്കെ നല്ലതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് രോഗങ്ങൾ, പൈൽസ് പോലുള്ള രോഗങ്ങൾ, അൾസർ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ ശനിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗുഹ്യരോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത, ഇതെല്ലാം നമുക്ക് മാറി കിട്ടുന്നതിനായിട്ടുമൊക്കെ നന്നായി ശനീശ്വരനെ പ്രാർത്ഥിക്കുക. രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു 2.5 കൊല്ലം, അതായത് 2027 ജൂൺ വരെയുള്ള സമയത്ത് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ശനീശ്വരൻ രക്ഷിച്ചു കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ചിന്തിക്കാനുള്ളത്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും